ഹലോ ഫ്രാൻസ്. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മൂവി റിവ്യൂ ആയിട്ടാണ്. ഇന്ന് റിലീസായ ജീത്തു ജോസഫിന്റെ ഏറ്റവും പുതിയ സിനിമ മിറാഷ്. മിറാഷ് സത്യം പറഞ്ഞാൽ വായിക്കലെങ്ങനെ പോലും അറിയില്ല. ഞാൻ മിറാജ് എന്ന കാസ്റ്റ് വായിച്ച്, അതൊക്കെ പോട്ടെ. അപ്പൊ നമ്മളെ സ്റ്റാറിങ് ആസിഫ് അലി, അപർണ ബാലമുരളി കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച മിറാജ്. എനിക്ക് ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്, പിന്നെ ഞാൻ ഈ ജീത്തു ജോസഫിന്റെ ഭയങ്കര ഫാനാണ്. ഈ മെമ്മറീസ്, ദൃശ്യം, അതിന്റെയൊക്കെ ആ സിനിമയൊക്കെ കണ്ട് ഭയങ്കര ഭയങ്കര പ്രതീക്ഷയോടുകൂടെ പോവാം. പക്ഷെ ഈ ഒരു സിനിമ എനിക്ക് തോന്നിയത്, നമ്മുടെ ഈ അടുത്ത് ആസിഫ് അലിന്റെ ജിത്തു ജോസഫ് കോട്ടകെട്ടിൽ ഇറങ്ങിയ കൂമൻ നമ്മൾ കണ്ടതാണ്. ആ കൂമൻ ഇത് ഏകദേശം ഒരേ ലെവലിലുള്ള ഒരു സിനിമ ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ കൂമൻ കണ്ടവർക്കാണെങ്കിൽ അറിയാം, അതൊരു വൺ ടൈം വാച്ചബിൾ ആണ്. നമുക്ക് കൂടുതലായിട്ട് കാണാൻ തോന്നില്ല. പിന്നെ അവസാനത്തേക്കുള്ള ക്ലൈമാക്സ് ഒക്കെ, പക്ഷെ ഇതിൽ ക്ലൈമാക്സ് ഒക്കെ വേറൊരു ലെവലിൽ ട്വിസ്റ്റിൽ പോകുന്നുണ്ട്. എങ്കിൽ കൂടി കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് എനിക്ക് തോന്നിയത്. അധികം കൂടുതലായിട്ട് ഒരു ഇതുണ്ടാക്കുന്ന ഒരു മജ എനിക്ക് തോന്നിയില്ല സത്യം പറഞ്ഞാണെങ്കിൽ. നമുക്കിപ്പോ തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോൾ നമുക്ക് ഏതൊരു സിനിമയോ പുതിയ ഓരോ ഇത് കാണുമ്പോൾ ഓരോരോ ഒരു ഉണ്ടാവുമല്ലോ, ആ ഒരു ഇത് കിട്ടുന്നില്ല നമുക്ക്. ഒരു ലെവലിൽ ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ ത്രില്ലടിക്കുന്ന ഓരോ എലമെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടി അത്രയും കൂടുതൽ ത്രില്ല് അടുപ്പിക്കുന്നുമില്ല. ബോർ അടുപ്പിക്കുന്നുണ്ടോ ചോദിച്ചാൽ ബോർ അടുപ്പിക്കുന്നുമില്ല. ആ ഒരു ലെവലിൽ ഒരു ഓളത്ത് പോകുന്ന ഒരു പടം. അവസാനത്തെയൊക്കെ ഭയങ്കര എങ്ങോട്ടൊക്കെ ടെസ്റ്റുകൾ മറിയുന്ന രീതിയിലൊക്കെ പോകുന്നുണ്ട് കഥകൾ, അതൊക്കെ സംഭവിച്ചാണ്. എന്നാലും ഇങ്ങോട്ട് എത്തുന്നില്ല എവിടേക്കും. എനിക്ക് മെയിനായിട്ട് പിന്നെ ആസിഫ് അലിന്റെയും അപർണ ബാലമുരളിന്റെ അഭിനയം ഒക്കെ നല്ല മികവുറ്റ തന്നെയാണ്, അതിലൊന്നും പറയാനില്ല. പക്ഷെ എവിടേക്കൊക്കെ എന്തൊക്കെ ഒരു പോരായ്മ മൊത്തത്തിൽ സിനിമക്കുണ്ട്. ഒരു അധികം ഇങ്ങനെ ഓവർ ഈ സിനിമ ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ലെവലില്. കാരണം വലിയൊരു ഓളത്തിൽ വന്നൊരു സിനിമ അല്ലല്ലോ. അതേപോലെ തന്നെ സിനിമ തിയേറ്ററിലും വലിയൊരു ഓളം സൃഷ്ടിക്കാൻ കഴിയൂല എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടപ്പോൾ. വരും ദിവസങ്ങൾ നമുക്ക് എന്തായാലും നോക്കിയിട്ട് കാണാം. അപ്പൊ ഓക്കെ, താങ്ക് യു.